2 ശമൂവേൽ 7:18. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? ഇരുന്നു. ഇനി അടുത്തൊരു പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഇരിക്കുക. ഇന്ന് പലർക്കും ഇരിക്കാൻ പാടാണ്. ഇരിക്കാൻ പാടുള്ള ഒറ്റ കാര്യം കൊണ്ടാ ഇരിക്കാത്തോണ്ടാ. ഇരുന്നു ഒരു പാടില്ല, ഇരിക്കാൻ എളുപ്പമാണ്. ഞാനിടത്ത് നിൽക്കുമ്പോൾ ഒരാളിനോടൊന്ന് വെച്ചു, പാസ്റ്റർ ഒത്തിരി വർത്തമാനം പറഞ്ഞപ്പോൾ ഒരാൾ ബോഡി ഇതാർക്കെങ്കിലും കാണിക്കണേ, ധൈര്യം ഉണ്ടെങ്കിലേ. കണ്ണാടി പോനൊക്കെ നല്ല സ്കിൽറ്റായിട്ടുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ഒക്കെ ആയിരിക്കുമോ. ഒരാളിനോട് ചോദിച്ചു, പാസ്റ്റർ ഫിറ്റാണോ, അസുഖം വല്ലതും ഉണ്ടോ? അനിച്ച് അതിനിപ്പോൾ എന്താ ഉണ്ടേ, മെഡിക്കൽ ചെക്കപ്പ് പോയാണോ? ഒന്നും വേണ്ട, ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഇഫ് യു ആർ ഫിറ്റ് ഓർ നോട്ട്. ഞാൻ എങ്ങനെ അറിയാം? കൈ കുത്താതെ ഇരിക്കണം, എന്നിട്ട് കൈ കുത്താതെ എഴുന്നേക്കണം. നിങ്ങൾ ഫിറ്റാന്ന് പറഞ്ഞു. കൈ കുത്താതെ ഇരിക്കാവോ? കൊച്ചു പിള്ളേർക്ക് മോനെ ഇരിക്കാവോ? കൈ കുത്താതെ ഇരിക്കണം, എന്നിട്ട് കൈ കുത്താതെ എഴുന്നേക്കണം. ചെരുപ്പുരി ഇട്ടിട്ട് ഇവിടെ വന്ന് അവനൊക്കെ ചിലപ്പോൾ ഇരിക്കും, കാരണം കുഞ്ഞായതുകൊണ്ട്. കൈ കുത്താതിരുന്നേ, ഇനിയും കൈ കുത്താതെ എഴുന്നേറ്റേ. ഇതുപോലെ എഴുന്നേക്കാവോ? ഇരിക്കാവോ? ആർക്കെല്ലാം അവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൻ ആ ധൈര്യം കാണിച്ചു. കൺഗ്രാജുലേഷൻ. ഇരിക്കാറുണ്ടോ ഇങ്ങനെ? പിന്നെ ഇത്രയും ധൈര്യം തോന്നി? ഞാൻ ഇന്നലെ ഒരാളെ ഇരുത്തി പുട്ടോന്ന് താഴെ പോയി, പുടുക്കൊന്ന് താഴെ പോയി. ദൈവം എനിക്ക് നയിക്കട്ടെ. ഇവൻ ഫിറ്റാണ്, കണ്ട അവൻ്റെ ആ മെല്ലിച്ച ശരീരവും, അവനാകെ ആള് ഫിറ്റാണ്. ഓടുക മോനെ, സ്പോർട്സിലുണ്ടോ? എത്ര മീറ്ററാ? മാസ്ക് മാറ്റിക്ക് ഉറക്കം പറഞ്ഞ് 200 മീറ്റർ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടും. നീ ഫിറ്റാണ്, ഓടിക്കോ കേട്ടോ. നിന്റെ ഓട്ടം തുടങ്ങുകയാണ്. അപ്പം 200 മീറ്റർ സ്പീഡുള്ള കൊച്ചനാണ്, അതുകൊണ്ടാണ് അവൻ ഇരിക്കി എഴുന്നേക്കുകയും ചെയ്തത്. അപ്പോൾ ഒരാൾ ഫിറ്റാകുന്ന ഏറ്റവും വലിയ ലക്ഷണമാണ് കൈകുത്താതെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഈ സ്പിരിച്വലി ഫിറ്റാകും തമ്പുരാൻ്റെ അടുക്ക ഇരുന്ന. ദൈവസന്ധി ഇങ്ങനെ ഇരിക്കണം. ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇനി എസ്കേ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവിടെ ഡേറ്റും ഒക്കെ പറയാം. ഡേറ്റൊക്കെ ഇട്ട് പ്രവാചകൻ പറയുന്നു, 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി. കണ്ട് എന്ത് കൃത്യം! 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരുന്നു. ഇസ്രായേൽ മൂപ്പന്മാർ ഇവിടെ ഇരിക്കുകയും, അപ്പൊ പ്രവാചകൻ പറയുന്നു, ഞാൻ ഇരുന്നു ദൈവസന്ധി ഇങ്ങനെ ഇരിക്കണം. ഇരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രാപിക്കാനൊക്കും. കർത്താവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്ക ഇങ്ങനെ ഇരിക്കണം, അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കണം. യേശു കർത്താവ് ശിഷ്യരെ പഠിക്കുമ്പോൾ പുരുഷാരത്തെ കണ്ടുകൊണ്ടിരുന്നു. പുരുഷാരം അവിടുത്തെ ചുറ്റും വന്നിരിക്കുകയാണ്. ദൈവം അവരോട് സംസാരിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവസന്ധി ഇരിക്കാൻ വേണ്ടി? കുറേ നേരം ഇരിക്കണം. എന്ത് സുഖാന്നറിയാം ദൈവസന്ധി ഇങ്ങനെ ഇരിക്കണം. ഞാൻ കേരളത്തിലെ ഒരു പഴയകാല പാസ്റ്ററെ കുറിച്ച്, അദ്ദേഹം ഭയങ്കര പണ്ഡിതനായിരുന്നു. ഞാൻ 1-2 വട്ടം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തെ കൃത്യമായി എപ്പോഴും ആ ദൈവദാസന്റെ കയ്യിൽ ഒരു സഞ്ചിക്കകത്ത് പുസ്തകങ്ങളും കാണും. ഭയങ്കര പണ്ഡിതനാണ്. എപ്പോഴും ഒരു കൊച്ചു മടക്കാവുന്ന അദ്ദേഹത്തിന്റെ യാത്രയിൽ കൂടെ കാണും. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു കാര്യം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. താൻ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്, പായും എല്ലാം ഉണ്ട്. കുറച്ചു നേരമായി ട്രെയിൻ വരാൻ ലേറ്റ് ആണല്ലോ, 1/2 മണിക്കൂർ 15 മിനിറ്റ് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ചെയ്തില്ല. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് പായം കൊണ്ട് വിരിച്ച് പുസ്തകം എല്ലാം നിരത്തി പുസ്തകം വെച്ചുകൊണ്ട് അപ്പച്ച ഇരുന്ന് പ്രാർത്ഥിക്കുക, വായിക്കുക. എന്തൊരു വചസ്സുകളാ, എന്തൊരു ജ്ഞാനമാ, എന്തൊരു വിനയമാ. എന്താ കാര്യം? ദൈവത്തിൻ്റെ അടുക്ക ഇരിക്കുന്ന ഒരു മനോഭാവം. എത്ര പേർ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, അധികമായി അങ്ങയുടെ സന്ധി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്? പ്രാർത്ഥിച്ചേ. ആർക്കും ഇരിക്കാം, ദൈവത്തിൻ്റെ സന്ധി ഇരിക്കണം, ദൈവത്തിൻ്റെ സന്ധി ഇരിക്കണം. ഇനി അടുത്ത ഒരു പ്രാർത്ഥനയുടെ അപ്പം നമ്മൾ കണ്ടു, കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. പിന്നെ താങ്ങി പിടിക്കുന്ന കണ്ടു.
പിന്നെ കണ്ണുകൾ ഉയർത്തുന്ന കണ്ടു. ദൈവസന്ധി മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന കണ്ടു. ഇനിയും എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എസ്ര 9:5. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം 5. സന്ധ്യായാഗത്തിന്റെ സമയത്ത് സന്ധ്യയ്ക്ക് ഞാൻ എന്റെ ആത്മതപനം വിട്ട് ആ എഴുന്നേറ്റ് ആ കീറിയ വസ്ത്രത്തോടും ആ മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞെന്തെന്നാൽ. ഇനി അടുത്ത ഒരു പ്രാർത്ഥനയുടെ പ്രധാന ശരീരഭാഷയാണ്. ദൈവസന്ധിയിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി. ഇനിയും സങ്കീർത്തനം 95:6. വരുവീൻ നാം മടങ്ങി നമസ്കരിക്കുക, നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തുക. ദാനിയേൽ പ്രവചനം 6:10. രേഖ വിരോധമായി എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ ദൈവസന്ധി ചെന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാ ആദരവോടെയും എല്ലാ ബഹുമാനത്തോടും ചോദിക്കട്ടെ, എല്ലാ ആദരവോടെയും എല്ലാ ബഹുമാനത്തോടെയും, റെസ്പെക്ട് എവരിവൺ. ഒരു ഇസ്ലാം സഹോദരനാണെങ്കിൽ അവർ അഭിമാനത്തോടെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ലൊരു ഇസ്ലാമിൻ്റെ നെറ്റിയിൽ എന്ത് കാണും? നിസ്കാര തഴമ്പ് കാണും. വി റെസ്പെക്ട് നിസ്കാര തഴമ്പ്. ഒരു നല്ല ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ലക്ഷണം അവൻ്റെ മുട്ടൽ എന്ത് വേണം? തഴമ്പ് വേണം. എൻ്റെ മുട്ട തഴമ്പുണ്ടെന്ന് ഉള്ളവരൊന്ന് കൈവക്കാം. 1, 2. സന്തോഷാക്കളെ, അതിന് മോശമാണോ? മോശപ്പെട്ട മുട്ട തഴമ്പുണ്ടോ? മുട്ടടിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അവരോടൊക്കെയാ പറയുക, നിന്റെ ജീവകാലത്ത് ഒരാൾ നിന്റെ നേരെ നിൽക്കത്തില്ല. മുട്ടത്തഴമ്പ്. ദാനിയേൽ 3 പ്രാവശ്യം മുട്ടുകുത്തി പതിപോലെ പ്രാർത്ഥിച്ചു. എത്ര വയസ്സുണ്ടെന്നറിയാവോ? ആ സമയത്ത് 17 കഴിഞ്ഞ കൗമാരക്കാരന്. എൻ്റെ പൊന്നു മക്കളെ, ദൈവസന്ധി മുട്ടുകുത്തി പ്രാർത്ഥിക്കാമോ? നീ ചിന്തിക്കുന്നത് നനയ്ക്കാത്ത ഭാവിയിലെ കർത്താവ് നമ്മളെ ഉയർത്തും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 സംഭവങ്ങൾ ഓർമ്മ വരും. 3 സംഭവങ്ങൾ. ഒന്ന്, യേശു കർത്താവ് ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി, മരണവേദനയാ. എന്നാൽ അതുപോലൊരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ഒരാൾ മരിച്ചുപോയി. എല്ലാവർക്കും അറിയാം. ആരാ? തബീതയാണ്. തബീത മരിച്ചുപോയി. തബീത നല്ല സ്ത്രീയായിരുന്നു. എല്ലാവർക്കും ഉടുപ്പൊക്കെ തയ്പ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ തബീത മരിച്ചപ്പോൾ മൃതരെ സംസ്കരിക്കുക, മാന്യമായി സംസ്കരിക്കുക, അതൊരു ക്രൈസ്തവ പാരമ്പര്യമാണ്. നല്ല അടക്കം കിട്ടുക അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് കോവിഡിലൊക്കെ അടക്കം കിട്ടാതെ പോയവരോട് ഞാനത് ബഹുമാനിക്കുന്നു. അവരോടൊപ്പം ചേരുന്നു. എങ്കിലും നമുക്കറിയാം, അനന്യാ സഫീറായും മരിച്ചു. അവരെ ബാല്യക്കാർ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അടുത്ത 2 അധ്യായം കഴിയുമ്പോൾ സ്തേഫാനോസ് മരിച്ചു. എങ്ങനെ പറഞ്ഞേക്കുന്നത്? കുഴിച്ചിട്ടൊന്നും അല്ല. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. കുറച്ചുപേരെ കുഴിച്ചിട്ടു, കുറച്ചുപേരെ അടക്കം ചെയ്തു, കുറച്ചുപേരെ ബാല്യക്കാർ കൊണ്ടുപോയി കുഴിച്ചിട്ടു. സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ ഭക്തിയോടെ അടക്കം ചെയ്തു. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ തബീത ഇങ്ങനെ മരിക്കുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പത്രോസിനെ വരുത്തി. കാരണം എന്നാ? മൃതരെ സംസ്കരിക്കുമ്പോൾ ഏറ്റവും ബഹുമാന പുരസ്കാരം അടക്കാൻ അന്നുണ്ടായിരുന്ന സീനിയർ പാസ്റ്ററെ വരുത്തി. ആരാ? പത്രോസ്. അപ്പോസ്തല പ്രവൃത്തി 9. അവിടെ ഒരു കാര്യം കണ്ടു കേട്ടോ. തബീത എടുക്കാൻ വന്നു, എല്ലാവരെയും പുറത്താക്കി. പക്ഷെ എന്നെ ഒരു വാക്കങ്ങ് അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9 എൻ്റെ പൊന്നെ, പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞ് തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. നോക്കിയേ എൻ്റെ പൊന്നു പ്രിയരെ, പത്രോസ് അവിടെ ചെന്ന് എല്ലാരും പുറത്താക്കിയിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തിന്റെ നേരെ തിരിഞ്ഞു? ശവത്തിന്റെ നേരെ തിരിഞ്ഞു. ശവത്തിന്റെ നേരെ തിരിയാ ഒറ്റയ്ക്ക്. അവിടെ ആരിയില്ല, എല്ലാരെയും പുറത്താക്കിയിട്ട് ശവത്തിന് നേരെ നിൽക്കാവോ? പറയല്ലേ, പേടിയാ. നിൽക്കാവോ? എല്ലാ ധൈര്യക്കാരൻ്റെയും ധൈര്യം ചോദിക്കുക. പേടി വരത്തില്ലേ? ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു തമാശ പറയാം, 2 തമാശ. എന്നാലും
തമാശ ഓർക്കുമല്ലോ. എൻ്റെ കൂടെ നടന്നൊരു ചെറുപ്പക്കാരൻ മദ്യപാനിയായിരുന്നു, കഞ്ചാവായിരുന്നു, ആകെ അങ്ങ് തകർന്നു പോയി. പിന്നെ പുള്ളി എൻ്റെ കൂടെ 1.5 വർഷം നടന്ന് പിന്നെയും പിന്മാറ്റത്തിപ്പോയി. പിന്നെ അവസാനം ഞങ്ങളുടെ ഇവിടെ ഒരു കല്ലറയിലൊക്കെ ആയിരുന്നു കിടപ്പ്. ഒരു രാത്രി വെളുപ്പിനെ അവിടെ കിടക്കുമ്പം അതുവഴി പ്രഭാതത്തിൽ ഒരാൾ എഴുന്നേറ്റ് പോയി, വെളുപ്പം കാലത്ത്. ഇപ്പോൾ ഒരാളിങ്ങനെ കല്ലറയുടെ പുറത്ത് ആ നല്ല അരണ്ട നിലാവിളിച്ചത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ പോയ ആളെ പേടിച്ച് ചോദിച്ചു, ആരാ? ഈ പുള്ളി പറഞ്ഞു, അകത്ത് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. കയറിപ്പോയ ആൾ അപ്പളെ ഫ്ലാറ്റായി. ആ ഫ്ലാറ്റായി ആക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പളെ ഡണ്ട പേടിയില്ലേ? എൻ്റെ ഒരു പാർശ്വ ഇതുപോലെ അവിടെ ഒരു പൊതുശ്മശാനത്തിന് അവിടെ വലിയൊരു ഫ്ലാഷ് ഉണ്ടായി. അതുവഴി പോകുന്നവരെയൊക്കെ രാത്രി വിളിക്കുന്നു. അത് വലിയതായി ഇങ്ങനെ വിളിക്കുകയാണ്. ഈ പാസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞു. രാത്രി സെമിത്തേരി ചെന്നപ്പം പൈപ്പിനകത്തുനിന്ന് വെള്ളം പോകുന്ന റോഡ് പൈപ്പ്. പുള്ളി ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയമൊക്കെ പറഞ്ഞ് ശാസിക്കാൻ ചെന്നപ്പോൾ നാട്ടിൽ പൈപ്പിനകത്തുനിന്ന് വെള്ളം പോകുന്നു. എന്നാലും പേടിയല്ലേ ശവം. ഇവിടെ പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. എന്താ ശവം? മരിച്ചു പോയതാ, മൃതമായി പോയതാ, തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, മുട്ടുകുത്തി പ്രാർത്ഥിച്ച എത്ര നഷ്ടപ്പെട്ടതും തിരിച്ചു വരും, എത്ര പോയതും തിരിച്ചു വരും, എത്ര പോയതും തിരിച്ചു വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. എളിവിന് പല അനുഭവങ്ങളുണ്ട്. ചിലയിടത്തൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്നുള്ള ഫോൺ വാർത്തകൾ, ഇന്നതാ പ്രശ്നം, അടിപ്പതറിപ്പോവും. എന്തോ ചെയ്യണമെന്ന് അറിയാത്ത നിമിഷങ്ങൾ. ഞാൻ അഭിമാനത്തോടെ ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ കതകടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലയിടത്തുനിന്ന് വരുമ്പോൾ ഇനി ഇറങ്ങുമ്പോൾ ആ വാർത്ത എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ ഫ്ലൈറ്റിൻ്റെ ചെറിയ ഇടുങ്ങിയ മുറിക്കകത്ത് ഞാൻ മുട്ടുകുത്തി ക്ലോസറ്റ് ടോയ്ലറ്റിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നെനിക്ക് പറയാൻ കഴിയും, മുട്ടുകുത്തി എഴുന്നേൽക്കുമ്പോൾ അത്ഭുതങ്ങൾ കേൾക്കും. തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, തബിത എഴുന്നേറ്റു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ മൃതമായി പോയത് ദൈവം എഴുന്നേൽപ്പിക്കും, പ്രതീക്ഷ പോയത് ദൈവം എഴുന്നേൽപ്പിക്കും, നഷ്ടപ്പെട്ടത് തമ്പുരാൻ തിരിച്ചു വരുത്തും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കരമുയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥന. ആരോടോ ദൈവാത്മാ ഇടപെടുകയാണ്. നിങ്ങളുടെ ജീവിത പാന്താവയിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചിലത് സംഭവിച്ച് നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്തത്. ഇന്ന് രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ചിലതിന് ജീവൻ വെക്കും, ചിലത് എഴുന്നേക്കും. വിശ്വസിക്കുന്നവർ 2 കരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് അല്പസമയം സ്തുതിച്ചേ. ദൈവം ഒരു അത്ഭുതത്തിൻ്റെ രാത്രിയാക്കുക. ശബനം ഘടകം ദിരകം ബടകം ശകനക്കാരം ധേരം 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 ഋഗജം രഗനം ശകയം അധുരി ബന്ധന ഋഖന ബന്ധന രഗലകരംധന രേജകരംധ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബിതാ എഴുന്നേറ്റ് നോക്കൂ. ഇനി മറ്റൊരു വലിയ സ്നേഹത്തിന്റെ, ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചിട്ട് കരഞ്ഞു. പ്രിയരെ, എന്താ സഭ ശുശ്രൂഷകളുടെയൊക്കെ ബന്ധം. അപ്പോസ്തല പ്രവൃത്തി 20. ഒത്തിരി വട്ടം ഞാനത് വായിച്ച് വെല്ലുവായി കരഞ്ഞിട്ടുണ്ട്. സത്യം, ആമറി കരഞ്ഞു. എന്തൊരു സ്നേഹം. 20-ാം അധ്യായത്തിൽ പൗലോസ് ജനത്തെ വിളിക്കുകയാണ്. എന്നിട്ട് മിലാത്തോസിൽ നിന്ന്, അതിൻ്റെ 20:17, മിലാത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെയെല്ലാം വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോവുകയാണ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷെ എനിക്കവിടെ എന്താ നേരിടാനുള്ളതെന്ന് അറിയത്തില്ല. ഞാൻ പോകുക, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയവനായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്ന കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കാൻ വേണ്ടി മാത്രം ഒരാഗ്രഹം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദേവരാജ്യം പ്രസംഗിച്ചു നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിൽ ഇനി ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയും.
വീണ്ടും 58 വരുമ്പം കാണുന്നു, ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേക്കും. 58 ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞെന്ന് ഓർക്കണം. നിങ്ങൾക്ക് ആത്മീയ വർധനം വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം വരുവാനും കഴിയുന്ന ദൈവത്തിലോ അവൻ്റെ കൃപയുടെ വചനത്തിന് ഇപ്പോൾ ബലമേൽപ്പിക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പ്രയത്നം ചെയ്തും പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് കർത്താവായ യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട്, ഇനി നിങ്ങൾ എന്നെ കാണുമ്പോൾ അറിയില്ല സഭയുടെ ഏറ്റവും നല്ല ചരിത്രം. അവിടെ എന്താണ് എനിക്ക് നേരിടാൻ പോകുന്നതെന്ന് പൗലോസിന് അറിയില്ല. പക്ഷെ അവിടുന്ന് വാങ്ങിപ്പോകുമ്പോൾ യെരുശലേമിൽ നിന്ന് മൂപ്പന്മാർ എഫെസോസിൽ നിന്ന് വന്നു. അവരെല്ലാവരും പറഞ്ഞിട്ട് മുട്ടുകുത്തി പിരിയ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി എൻ്റെ മുഖം കാണുകയില്ലെന്ന് പറഞ്ഞ വാക്കിനാൽ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതാണ് പ്രിയരെ ദൈവസഭയുടെ ഏറ്റവും നല്ല ചിത്രം. ഒരു ദൈവദാസൻ എന്നാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഒറ്റ ഉദ്ദേശം എനിക്കുള്ളൂ, വേല തികയ്ക്കണം. ഇത് പറയുമ്പോൾ മൂപ്പന്മാർ ആ ദൈവദാസനോടൊപ്പം മുട്ടുകുത്തി. എല്ലാവരും ഒന്നിച്ച് കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു. ഇങ്ങനെ ഒരു ദൃശ്യം ഇന്നത്തെ ഉത്തരാധുനിക സഭയിൽ കാണാൻ കഴിഞ്ഞാൽ അവിടെ പലതും അത്ഭുതങ്ങൾ തന്നെ നടക്കും. ദൈവദാസൻ മുട്ടുകുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളെ കൊടിയ ചെന്നായ്ക്കളാരും കൊണ്ടുപോകല്ലേ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്നുള്ളത് അറിഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചു. ഇപ്പോൾ ഞാൻ പോകുകയാണ്. അവിടെ എന്നെ എന്താണ് കാത്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. മുട്ടുകുത്തി, എല്ലാവരും ചുറ്റും നിന്നു. മുട്ടുകുത്തി കഴുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, 21-ാം നൂറ്റാണ്ടിൽ കോവിഡാനന്തര ഭൂമിയിൽ, കോവിഡാനന്തര സഭയിൽ ഈ ദൃശ്യം കാണണം. ഇതാണ് ദൈവസഭയുടെ ഏറ്റവും ഉദാത്തമായ ദൃശ്യം. ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. കർത്താവിന്റെ ദാസൻ മുട്ടുകുത്തുമ്പോൾ മൂപ്പന്മാരെല്ലാം എഫെസോസിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച് This is church. This is relationship. This is ministry. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തളരുമ്പോ ശാശ്വത പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു. പുതുജീവൻ പകർന്നിടും ഭാരം വലിയതോ മുഖം താങ്ങുവാ കഠിനമോ ഭാരം വലിയതോ മുഖം താങ്ങുവാ കഠിനമോ സ്നേഹിത ദുഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു. പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു. പുതുജീവൻ പകർന്നിടും. പൗലോസ് യാത്ര പോവുകയാണ്.
അവരെവിടം വരെ ചെന്നു? കപ്പലോളം ചെന്നു. ചെല്ലാവുന്നിടം വരെ ചെന്നു. മുട്ടുകുത്തി. അവരാ കപ്പലിൻ്റെ അവിടെയൊക്കെ ചെന്നാണ് ഈ മുട്ടുകുത്തി കരയുന്നതെങ്കിൽ ഒറ്റ കാര്യം മതി സാക്ഷ്യത്തിന്. ദൈവസഭയുടെ സാക്ഷ്യം തുറമുഖം മുഴുവൻ അറിയും. എന്തൊരു സ്നേഹ! പൗലോസപ്പോസ്തലനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും ഒരുമിച്ച് മുട്ടുകുത്തി കപ്പലോളം ചെന്നു. ഈ തീഷ്ണമായ ദൈവസ്നേഹത്തിൻ്റെ ചിത്രം അപ്പോസ്തല പ്രവൃത്തി 20 കാണുകയാണ്. എത്ര പേർ പൗലോസിൻ്റെ ആ വേദനയിൽ, ഇനി യെരുശലേമിൽ എന്താ, മരണത്തെ ഭയമില്ല, പക്ഷേ യെരുശലേമിലേക്ക് പോകുകയാണ്. അദ്ദേഹത്തോടൊപ്പം അവിടം വരെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച മൂപ്പന്മാർ, ചെല്ലാവുന്നിടത്തോളം ചെന്നവർ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ആ ഒരു സ്നേഹത്തിൻ്റെ ഉദാത്തതയിലേക്ക് ഞങ്ങളെയൊക്കെ ഒരു കോവിഡാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി മടക്കി വരുത്തണേ. പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച് പൗലോസിനെ മുട്ടുകുത്തി. എൻ്റെ പൊന്നു ദേവദാസനെ, ഞാനത് പല പ്രാവശ്യം വായിച്ച് കരഞ്ഞു. എന്താ അതൊക്കെ? തുറമുഖത്ത് മുട്ടുകുത്തുക, എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കപ്പൽ വരച്ച്. പ്രത്യേകിച്ച് പ്രസംഗിക്കൊന്നും വേണ്ട തുറമുഖ പട്ടണത്തെ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച്. ആരെയും സഭയിൽ അവിടെ വിളിക്കണ്ട, തന്നെ വന്നോളൂ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമോ ഈ ഒരു സ്നേഹത്തിൻ്റെ ഉദാത്തത? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പത്രോസ് തബീതയെടുക്ക മുട്ടുകുത്തി ശവത്തിന് നേരെ തിരിഞ്ഞ് തബീത എഴുന്നേക്കാൻ പറഞ്ഞു. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്തൊരു ശരീരഭാഷ ഒത്തിരി അടുത്ത് എനിക്ക് പറയാനുണ്ട്, സമയം മുമ്പോട്ട് പോകുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണുന്നു, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. എഫേസ്യർ 3:14. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് പാരമ്പര്യത്തിലൊക്കെ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് ഓത്തടിപ്പിച്ചാൽ ഉടനെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കും? മുട്ടുകുത്തിക്കും. എന്തിനാ മുട്ടുകുത്തിക്കുന്ന അറിയാമോ? ഉടമ്പടി ചെയ്യുമ്പോഴാണ് അവരുടെ കുടുംബം പിറക്കുന്നത്. കുടുംബം പിറന്ന് വീഴുന്ന ഉടനെ അവരെ ദൈവസന്ധി മുട്ടുകുത്തിക്കുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുക. കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ കുടുംബം പിറന്ന് വീണുടനെ രണ്ടുപേരും മുട്ടുകുത്തിയ കുഞ്ഞുങ്ങളെ ഒരിങ്ങും ആരുടെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വരത്തില്ല. അത് പഠിപ്പിക്കാനാണ് അന്നേരം അവരെ മുട്ടുകുത്തി പ്രാർത്ഥിപ്പിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ സന്ധി മുട്ടുകുത്തണം. അവിടെ ഒരു കാര്യം കൂടെ വായിച്ചു, എഫേസ്യർ 3, സകല കുടുംബത്തിനും പേർ വരുവാൻ. ഞാനൊരു ദൂത് ദൈവം എന്നോട് ഇടപെട്ടത് വായിച്ചപ്പോൾ, പേര് അത്ര മോശമല്ല, ഞാൻ ആ വാക്കിനെ അങ്ങനെ എടുക്കുകയാണ്. പേര് ചെറിയ കാര്യമല്ല. കാരണം അബ്രഹാമോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. പേർ അത്ര മോശമുള്ള കാര്യമല്ല. പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ, കുടുംബത്തിന് പേരുണ്ടെങ്കിൽ, കുടുംബത്തിനൊരു നല്ല മാന്യമായ പേരുണ്ടെങ്കിൽ, അതിനൊരു മാന്യതയുണ്ടെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോണം. പേര് നിലനിൽക്കണമെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പേര് നിലനിൽക്കണമെങ്കിൽ, അപമാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. നോക്കൂ, മുമ്പോട്ട് പോകുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ആവർത്തന പുസ്തകം 9-ാം അധ്യായം 25-ാം വാക്യം, 2 ദിനവൃത്താന്തം 20:18, യോശുവയുടെ പുസ്തകം 7:6, ഇവിടെയെല്ലാം നാം കാണുന്നുണ്ട് ദൈവസന്ധിയിൽ കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചു. ഒരു വാക്യം വായിക്കാം, 2 ദിനവൃത്താന്തം 20:18. 2 ദിനവൃത്താന്തം 20:18. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. വീണ് പ്രാർത്ഥിച്ചു, കവിണ് വീണ് പ്രാർത്ഥിച്ചു. അടുത്ത വലിയൊരു സാധ്യതയാണ് കവിണ് വീണ് പ്രാർത്ഥിക്കുക. ദൈവസന്ധി വീണ് പ്രാർത്ഥിക്കും, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു കവിണ് വീണ് പ്രാർത്ഥിക്കും. ഒരു ശുശ്രൂഷ അനുഭവം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറേ നല്ല അനുഭവങ്ങളുണ്ട്, നല്ല സ്നേഹത്തിൻ്റെ ഓർമ്മകൾ. ഭയങ്കരമാണ്. ദൈവസഭയിൽ നിന്നൊക്കെ കിട്ടിയ തിക്തതകളൊക്കെ ഉള്ളപ്പോൾ പോലും സ്നേഹം, അതാണ് സഭ. ഇതുപോലൊക്കെ ഇങ്ങനെ മുട്ടുകുത്തി പിരിയാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ കുറേ പേർ, ഓർമ്മയുടെ ചെപ്പിലൊക്കെ കുറേ പേരിങ്ങനെ ഇരിക്കും. അതിലൊരാൾ മറക്കില്ല, മരിക്കുമ്പോഴും മറക്കാത്ത ഓർമ്മ. BBS കിടക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലും സാരമില്ല. BBS നടക്കുമ്പോൾ ആദ്യത്തെ BBS ഒക്കെ മെഗാ BBS, പിന്നെ അതൊത്തിരി ബുദ്ധിമുട്ടും ടെൻഷനും പ്രശ്നങ്ങളും ഒടുവിൽ പലയിടത്താക്കി.
അങ്ങനെ തോമ്പിക്കണ്ടോ എന്ന് പറഞ്ഞ് റാന്നിക്കടുത്തുള്ള സ്ഥലത്ത് VBS നടക്കുമ്പോൾ VBSന്റെ റാലി നടക്കുക മക്കളെ. റാലി, സമാപന റാലി. എനിക്ക് ഭയങ്കര ആവേശം. ഇതൊക്കെ വിളിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് മുമ്പോട്ട് വരും. എൻ്റെ കൂടെ കത്തുദാസന്മാരുണ്ട്. ഇതാ 100 കണക്കിന് ബാലകന്മാർ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് കന്യകാസുതനെ കീജയി വിളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ മന്നം വഴിയോര കാഴ്ചക്കാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാനത്ത് മിന്നുമറയുന്ന പരൽ നക്ഷത്രങ്ങളെ പോലെ, വാനം പാടികളെ പോലെ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇതാ ഈ ഗ്രാമവീതിയെ രാജവീതിയാക്കിക്കൊണ്ട് ഇതുവഴി നടന്നു വരികയാണ്. ഭയങ്കര സന്തോഷം. 500 പിള്ളേർ ബാൻഡ് സെറ്റും കൊട്ടും കൊല്ലമായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് വന്ന് ഈ റാലി കയറുക. പക്ഷെ അന്നേരം എനിക്ക് ബാൻഡ് സെറ്റുകാരൊക്കെ വേണം. എൻ്റെ 10 പൈസ ഇല്ലെന്നേരം. ആ സമയം അന്ന് സത്യമാണ് ഞാൻ പറയാം. എൻ്റെ പൈസ ഒന്നും ഇല്ലെന്നേരം. പക്ഷെ എനിക്ക് അന്നേരം കുറച്ച് പൈസ ആവശ്യമുണ്ട്. കുറച്ച് പൈസ കൊണ്ട് ഒരു ടെൻഷനുണ്ട്. ഒരു പൈസയില്ല, ഭയങ്കര ധൈര്യമാണ്. ആണോ? ഭയങ്കര ധൈര്യമാണ്. അത് ഞാൻ തെളിവ് പറയാം. ഇച്ചിരി പഠിച്ചോ പരീക്ഷയുടെ അന്ന് വെപ്രാളപ്പെടുന്ന കാണാം. ഒന്നും പഠിക്കാത്തവർക്ക് എന്തോ ടെൻഷൻ, നോ ടെൻഷൻ. അവരെന്ത് കൂളായിരിക്കും. അവൻ ചുമ്മാ എഴുതുകയാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു അറ്റംപ്റ്റ് ദ എക്സാം. അവനാണ് താരം. അവനായിരിക്കും അന്നത്തെ താരം. നോ ടെൻഷൻ. പക്ഷെ ഇച്ചിരി പഠിച്ചോ പറഞ്ഞു അത് മറ്റൊരു വളരെ കൂളാണ് എന്ന് പറഞ്ഞാൽ ഒരു പൈസയില്ലേ, ഭയങ്കര ഫ്രീ ആണ്. അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ പൈസയിലെ ഫ്രീയരെ. പെട്ടെന്ന് അടുക്കളയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ CATക്കാരനാണ്, നല്ല ലോഡിങ്കാരനാണ്. ഈ ലോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മിണി ആരോഗ്യം എന്നല്ല, ഇവിടുത്തെ ചുമ്മാ പിള്ളേർ ഡമ്പിളെടുത്ത മസിലൊന്നുമല്ല, തോളക്കം ഉരുക്ക. ഈ ഏലസ പാടി തടി കയറ്റുന്ന മനുഷ്യനാണ്. കമ്പി ഇവിടെ ഇരിക്കും, അത്ര ആരോഗ്യ. ആ മനുഷ്യൻ ഊട്ടി വന്നിട്ട് തൻ്റെ ഈ കയ്യിലൊക്കെ മാറ്റി അതിന് നിക്കറിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കുത്തെടുത്ത് ഞാൻ നോക്കിയപ്പോൾ 10,000-7,000 രൂപ അടുത്തുണ്ട്. ഞാൻ കൃത്യം ഓർക്കുന്നില്ല, എന്നാലും നല്ലൊരു ബഞ്ച് ഓഫ് മണിയുണ്ട്. എനിക്ക് അന്നേരം അത്ര ആവശ്യം അത് മതി. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പയോട് പറഞ്ഞ് രാവിലെ മോൻ ഇറങ്ങി പോയപ്പം ചോദിച്ചു പോലും ഇല്ലല്ലോ എങ്ങനെയാന്ന്, തമ്പുരാൻ ആരാ? അപ്പയോട് പറഞ്ഞ് അവനല്ലേലും അങ്ങനെ ഒന്നിച്ചേ കൊടുക്കത്തുള്ളൂ. അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചിങ്ങമരത്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്, ഞങ്ങളൊരു ദൈവദാസൻ മരിച്ചു. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ റിലീഫ് ഫണ്ടിന് വേണ്ടി ഒരു വലിയ ഒരു എമൗണ്ടിൻ്റെ ഒരു പദ്ധതി ഇട്ടു. അപ്പോൾ എന്നെ വിളിപ്പിച്ച് ചോദിച്ചു, പ്രിൻസ് നീ എങ്ങനെ ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക, നിൻ്റെ എങ്ങനെ ഇത് റേസ് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു VBS നടത്തിയപ്പോൾ എൻ്റെ ഇല്ലായിരുന്നു, ഞങ്ങളൊരു അച്ചാൻ കൊണ്ടുവന്ന് പൈസ വന്നു. ആ ദൈവം നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കാം. എന്നാൽ ശരി, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, കാര്യങ്ങൾ പൊക്കോട്ടെ. പച്ചക്കൊടിയെല്ലാം കിട്ടി ഞാൻ അവിടുന്ന് വരുമ്പോൾ പുഷ്പഗിരി തിരുവല്ല അടുക്കാറായി. എൻ്റെ കൂടെയുള്ളൊരു പാർഷനെ വിളിച്ച് പഞ്ചായ എവിടെയായി? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരുവല്ല അടുക്കുന്നു. പെട്ടെന്ന് വാ പുഷ്പഗിരിക്ക്, നമ്മുടെ ജോയിച്ചാൻ്റെ തലയിൽ ഈ പൈസ എന്ന അച്ചാൻ്റെ തലയിൽ തടി വീണു. ഞാൻ ഓടി പുഷ്പഗിരി ചെന്ന്. അന്ന് എനിക്കറിയാവുന്ന കുറേ മക്കളോടുണ്ട്, അവരെല്ലാം വിളിച്ച് പറഞ്ഞ് അലേർട്ടായി നിന്നോളാം പറഞ്ഞു. അവരെല്ലാം പുറത്ത് നിന്നു. ആ കാശുവാറ്റ് അവിടെ നിന്നും പെട്ടെന്ന് റാന്നിയിൽ നിന്ന് ആംബുലൻസ് വന്ന് ഇറങ്ങി ഓടിച്ചെന്ന് വണ്ടി തുറന്ന് ഇടുക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചുപോയി. ബോഡി കൊണ്ടുപോവാ. പക്ഷെ എന്നെ സഹിക്കാൻ വയ്യാത്തൊരനുഭവം ഉണ്ടായി. സ്നേഹം എന്നൊക്കെ പറയുന്ന ഇതാ. ഈ ബോഡി അകത്തോട്ട് പോകുമ്പോൾ കൂട്ടത്തിരുന്നൊരു ചുമട് പിടിക്കുന്ന ഒരു സഹോദരൻ, തടി ലോഡിങ്ങുകാരൻ, ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം നിക്കറിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്തു തന്നു. ചോര പുരണ്ട കുറച്ച് 100 രൂപ നോട്ട്. ഞാൻ ചിതെന്താ, വണ്ടി തടി വീണ് ആശുപത്രിയിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാ പ്രിൻസ് പാസ്റ്ററെ കൊടുത്തേക്കാൻ. ലാസ്റ്റിലെ പൈസ സപ്പ ചോര പുരണ്ട പൈസ ഇങ്ങനെ മേടിച്ചു മരിച്ചു. That is what is church. അതൊരു ബന്ധമാണ്. അവസാനത്തെ പൈസ മേടിച്ചത് ഞാനാ. മരിച്ചവൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എൻ്റെ കയ്യിലാണ്. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു ആൻറ്റി ഡെങ്കി വന്നു, കോട്ടയത്ത് അഡ്മിറ്റാക്കി. പ്ലാസ്മ വേണമെന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്തൊന്നും കിട്ടായില്ല. അന്ന് ആംബുലൻസും പിടിച്ച് ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ പെട്ടെന്ന് ആരോ ഇടപെട്ട് കോട്ടയത്ത് തന്നെ ഒരിടത്തുനിന്ന് മെഡിക്കൽ കോളേജിനടുത്ത് അവിടുന്ന് പ്ലാസ്മ കിട്ടുമെന്ന് പറഞ്ഞ് മേടിക്കാൻ പോയി. പൈസ കൊടുത്തു, ഇത് മേടിച്ചു. എൻ്റെ മൊബൈൽ റിങ് ചെയ്തു, ആൻറ്റി മരിച്ചുപോയി. ഒരാഴ്ചക്കകത്ത് നടന്ന 2 സംഭവങ്ങൾ ഏതാണ്ട്. അടുത്ത ആഴ്ച ഇതുപോലെ ആരാധനയ്ക്ക് ഞായറാഴ്ച എല്ലാവരും പാടാൻ എഴുന്നേറ്റു, ആരാധിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ
വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മക്കൾ പറഞ്ഞു, നമുക്കിന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. പാടി. എൻ്റെ മനസ്സിൽ ഭയങ്കര നൊമ്പരം. ഞാൻ നോക്കിയപ്പം മരിച്ച അച്ചായൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മരണപ്പെട്ട ആൻറ്റിയുടെ ഭർത്താവും 2 ആമ്പിള്ളാരും അമ്മച്ചിയിരിക്കുന്നു. മനസ്സങ്ങ് പെട്ടഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ആരാധനയില്ല, നിർത്തി. ഒരു വൈരാഗ്യമോ വാശിയോ എന്തോ, ആരോട് പിണക്കൊന്നുമല്ല, 2 എണ്ണം അടുപ്പിച്ച് പോയേ. ഐ ആം ദ സ്പിരിച്വൽ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇന്നിവിടെ ആരാധനയില്ല, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, പോകേണ്ടവർക്ക് പോകാം, വേണേ പോകാം, ഇങ്ങനെ ഇരിക്കാം, ചോദ്യം ചെയ്യാൻ ആരും നിൽക്കേണ്ട, കൺഫ്യൂഷനൊന്നും വേണ്ട, ആരാധനയില്ല. പക്ഷേ ഇനി ഇതിവിടെ ഉണ്ടാകരുത്. ഞാനിവിടെ കിടക്കുക, ഞാൻ എൻ്റെ സ്റ്റേജിൽ കിടന്നു. പക്ഷേ എനിക്കൊരു അത്ഭുതം ഉണ്ടായി. എൻ്റെ വിശ്വാസി ആരും പോയില്ല. ഞങ്ങളുടെ 10, 85, 90 വയസ്സ് കിലോ ഉള്ള 10, 70 വയസ്സുള്ള ഞങ്ങളുടെ അമ്മച്ചിമാർ വരെ കിടന്നു, ഒന്നിച്ച് കിടന്നു, മണിക്കൂറുകൾ കരഞ്ഞു. പക്ഷെ അഭിമാനത്തോടെയും സന്തോഷത്തോടെ പറയും, 100,000 സംഭവങ്ങൾ അതിനുശേഷം ഒഴിഞ്ഞുപോയി. ദൈവസന്ധി കിടന്ന എഴുന്നേക്കുന്നത് അധികാരത്തിൻ്റെ ദണ്ണായിട്ടാണ്. ദൈവസന്ധി കിടന്നാൽ എഴുന്നേക്കുന്നത് അധികാരത്തിൻ്റെ ദണ്ഡ. രണ്ടാമത്തെ അനുഭവം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുക. പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കുറേ നാക്കുമ്പോൾ ഒരു അമ്മച്ചി രാത്രി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവരുണ്ടാകാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12 മണിയായി. ഡിപ്രഷൻ വന്ന ഒരു പ്രയാസമുള്ള ഒരു അക്രൈസ്തവ അമ്മ പ്രാർത്ഥിച്ചു. അമ്മ ചോദിച്ചു, ഞാനിന്നിവിടെ കിടന്നോട്ടെ? സന്തോഷം, പാസ്നാജി കിടന്നു. രാത്രി എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ അമ്മ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് അവൾ ചെന്ന് പോകുമ്പോൾ അമ്മച്ചി ഉറക്കുക, ഈച്ചയും ഉറക്കുക. ഒരു 7:30 ആയപ്പം പിള്ളേരെയൊക്കെ വിട്ടിൻ്റെ ആ തിരക്കിനകത്ത് അവൾ ചായയുമായിട്ട് ചെന്നപ്പം ഈച്ചയും അവിടെ ഇല്ല. മുറ്റത്തൊന്നും വിളിച്ചിട്ടില്ല. എന്നെ വന്ന് വിളിച്ച ഈച്ചയും അവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു, അവിടെ അങ്ങനെ കാണുന്നു, ഈ ടെൻഷൻ അടിക്കുക. പക്ഷേ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സീരിയസ് ആയിട്ട് ഇവിടെ ഇല്ല. ഞാൻ മുറ്റത്തും അവിടെ ഇവിടെ റോഡിലെല്ലാം നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ പാഷസിനെ എല്ലാം വിളിച്ച് എല്ലാവരും ഓടി വന്നു. കുഞ്ഞുങ്ങളെല്ലാം അതുവഴി ഇതുവഴി എല്ലാം ഓടി നടന്നു. ഇല്ല. ടൗണിൽ എല്ലാ ബസ് സ്റ്റാൻഡിലെല്ലാം ഓടി തപ്പി. ഇല്ല. എവിടെ? ഇല്ല. തലേദിവസം വീട്ടിലാക്കിയ അച്ഛയില്ല. ഒരു 8:30 ആയപ്പോൾ അവിടെ വീട്ടിലറിയിച്ച് എരുമേലിക്കപ്പുറത്താണ് അവരുടെ വീട്. അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു. എൻ്റെ ഫാദർ ഇങ്ങനെ ക്യാൻവാസ് കസേര കിടക്കുക, രാവിലെ പരീക്ഷനായി കിടക്കുക, അച്ഛയില്ല, തലേദിവസം ബാക്കി വെച്ച്. ഇപ്പോൾ എനിക്ക് കൊണ്ട് കരുക്കരുത്തുള്ളൊരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ ഇട്ടി നെഞ്ച തുരുണ്ട് നിലത്തോട്ട് വേണം. എൻ്റെ പാസ്റ്റർ അച്ചായ, എൻ്റെ വസ്തു മുഴുവൻ അച്ചായനെ തരാം, എനിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ തീരെഴുതി തന്നേക്കാം. എൻ്റെ ഭാര്യത്താ. എവിടെ എന്തിനാ പാത്ത് വെച്ചേക്കുന്നത്? എൻ്റെ ഭാര്യത്താ. എൻ്റെ ഭാര്യ എന്തി? എൻ്റെ ഭാര്യ എന്തി? അറിയില്ല. ഉലകം മുഴുവൻ തപ്പാവുന്നിടത്തെല്ലാം തപ്പി, കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സാറ് പറഞ്ഞു, പരാതി ഇപ്പം വേണ്ട, നമുക്ക് നോക്കാം, ഇത് വലിയ പ്രശ്നമാകും. 10:30 അവരുടെ ബന്ധുക്കളൊക്കെ വരുന്നു. മിറ്റം നിറച്ച ആൾക്കാർ, കയ്യിൽ ഇവിടുത്തെ ചെറുപ്പക്കാരിങ്ങനെ മിറ്റം വന്ന് കൂടിക്കൊണ്ടിരിക്കുക. അറിഞ്ഞു കേട്ട അവരുടെ ആൾക്കാർ അടിയൊന്ന് പതറി. എന്ത് ചേച്ചി? തേക്കാത്ത തറ, കെട്ടാത്ത ഭിത്തി, ഒന്നെനിക്കറിയാം. ഒരു 10 മണി കഴിഞ്ഞപ്പം ഞാൻ പോയി ആ സ്റ്റേജിൽ കിടന്നു. ഇപ്പം ഞാൻ ചിരിക്കും, പക്ഷെ അന്ന് ഞാൻ കിടന്നു. 10:30. ഇടയ്ക്ക് ചോദിക്കും, വല്ലറിവുണ്ടോ? നോ അറിവ്. 11, 11:30, 12, 12:30, 1 മണി എടുക്കാറായിപ്പം. ഇടയ്ക്ക് ഭാര്യ വന്ന് ചോദിച്ചു, വെള്ളം വേണോ? വേണ്ട. ചായ വേണോ? വേണ്ട. ഒന്നും വേണ്ട. എങ്ങനെ ഇറങ്ങും? എന്തി അറിയില്ല. കർത്താവ് എന്തി അറിയില്ല. 1 മണിയായപ്പോൾ ആകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് കഴിഞ്ഞ് 3-4 വീട് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്. കുടുംബത്തിൻ്റെ റോഡ് സൈഡിൽ ഒരു കിണറ്റുണ്ട്. ആ കിണറ്റിൽ ഇച്ചയി കിടപ്പുണ്ട്. വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇച്ചയി അവിടെ കിടപ്പുണ്ട്, ചത്തിട്ടില്ല. 1.5 കാളമുള്ള കിണറ്റിൽ ചാണിട്ട് പൊങ്ങി വന്നൊരു പോച്ചയെ പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇച്ച ഇങ്ങനെ വിറച്ച് കയറി നിപ്പുണ്ടൊരു പോച്ചയെ പിടിച്ച്. ആ പോച്ച പറഞ്ഞു പോയാൽ ഇച്ച വീണ്ടും താഴെ പോയേനെ. പോയില്ല. ഫയർഫോഴ്സ് വന്ന് ഇച്ചയെ പുറത്തെടുത്തു. ഇച്ചയോട് ഞാൻ ചോദിച്ചു, ഇച്ച എന്താ പറ്റിയത്? മോനെ, ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ ഇന്നപ്പോൾ എന്നെ റോഡിൽ നിന്നുകൊണ്ട് ആരാണ്ട് ഒരാൾ വിളിച്ചു, ബാ ബാ ബാ. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരെൻ്റെ പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെ പോയി ചെന്നപ്പോൾ ആ കിണറിൻ്റെ അവിടോട്ട് കയറിയിട്ട് അവർ വിളിച്ച് വരാൻ പറഞ്ഞു. ഞാൻ ആ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ ആ കിണറ്റിൻ്റെ അകത്ത് ചാടിയിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഇത് ഏത് ശക്തി, എന്ത് ശക്തി എനിക്കറിയത്തില്ല. ഏതായാലും ചാടി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നു, ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ഇന്നാര് ബന്ധുവീട് സന്ദർശിക്കാൻ വഴിയെ കാൽ വഴുതി കിണഞ്ഞി പോവുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു.
ഫയർഫോഴ്സിലെ ഇന്ന ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ശുഭം, തീർന്നു. ഇല്ലായിരുന്നെങ്കിൽ തലേദിവസം പ്രാർത്ഥിക്കാൻ പോയ സഹോദരി ദുരൂഹ സാഹചര്യത്തിൽ കുടുംബക്കിണറ്റിൽ, പാസ്റ്ററും മകനും പറയുന്നില്ല, പേടിയാ. പക്ഷെ ഇന്ന് ഓർമ്മയുണ്ട്, 3 മണിക്കൂർ കിടന്നത്, വീണ് കിടന്ന എഴുന്നേക്കുന്നത് അധികാരത്തിൻ്റെ ദണ്ഡമായിട്ടാ. മുട്ടുകുത്തിയ ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു പറയും എഴുന്നേക്കാൻ. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ളവരെല്ലാം ദൈവസന്ധിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്ത, എഴുന്നേക്കണേ എഴുന്നേക്കാം, കൈ ഉയർത്തണേ കൈ ഉയർത്താം. ഒന്നെനിക്കറിയാം, എന്തോ ഒരത്ഭുതം നടക്കും ഇന്ന്. ഒരത്ഭുതം നടക്കും, ഒരത്ഭുതം നടക്കും. ഈ രാത്രി ദൈവത്തിൻ്റെ രാത്രി. അവർ പൗലോസിനോടൊപ്പം പോയി. മൂപ്പന്മാർ മുട്ടുകുത്തി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അഹരോനും കൂടെ കൈ ഇങ്ങനെ താങ്ങി പിടിച്ചു. യോശുവ വീണു, മോശ വീണു. എവിടേക്ക് ഇരുന്നു കൊണ്ട് ഇന്ന് ഈ സൂം ആരാധനയിലൂടെയും സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പങ്കിരുന്നവരെ, കർത്താവിൻ്റെ കരം നിങ്ങളുടെ ഒപ്പമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ. എൻ്റെ പൊന്നുപ്രിയരെ, ഇന്ന് ഓർമ്മയുണ്ടാവും 3 മണിക്കൂർ ഇങ്ങനെ പോയത്. 300 മണിക്കൂറായിരുന്നു അത്. ഞാനവിടെ കിടക്കുന്ന സമയത്ത് ആ അമ്മയെ സാത്താൻ അല്ലെങ്കിൽ ഒരു അരൂപി ശക്തി പിടിച്ചുകൊണ്ട് പോയി കിണറ്റി തള്ളിയിട്ട് ചത്തി.